മരണം അതെന്തൊരു ഭയാനകമാണെന്നല്ലേ. ആർക്കെന്നറിയോ? താന്തോന്നികളായി ജീവിക്കുന്നവർക്ക്, നല്ല ആളുകൾക്ക് മരണം വളരെ ആനന്ദകരമായിരിക്കും. ഇവിടെ ദുന്യാവിൻ്റെ വിഷമഘട്ടങ്ങളിൽ നിന്നൊക്കെ, കെട്ടുപാടുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അവൻ്റെ പാരത്രികമായ വിജയ ലോകത്തിലേക്ക് സുന്ദരമായി അവൻ പോകുമ്പോൾ അവനോട് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മലക്കുകൾ പറയും, എന്ത്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, നല്ല ആനന്ദത്തോടു കൂടെ സാമ്യമായ നല്ല നിലക്ക്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജി ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ, അള്ളാഹുവിലേക്ക് നീ വളരെ സംതൃപ്തനായിട്ട് മടങ്ങൂ എന്ന് ആത്മാവിനോട് പറയും. മുത്മഇന്നായ നഫ്സെ, അടക്കമുള്ള ഒതുക്കമുള്ള ശരീരമേ, ഒതുക്കമുള്ള ആത്മാവേ, നീ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ഇർജി ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ എന്ന് പറയും. വളരെ തൃപ്തികരമായിട്ട് മടങ്ങിക്കോന്ന്. അങ്ങനത്തെ ഒരു സന്ദർഭം വരുമ്പോൾ അല്ലാത്ത ആളുകളും വളരെ വിഷമത്തോടു കൂടെ പറയും, വക്കീല മൻറ വൽത്തപ്പത്തിസാക്ക് ബിസാക്ക് എന്ന ഖുർആൻ പറഞ്ഞത്. തണ്ടങ്കാലിനോട് കൂട്ടി ഉരസുന്ന ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്, കാലുകൾ. ആ സമയത്താണ് നമ്മൾക്ക് മന്ത്രവും തന്ത്രമൊക്കെ ഓർമ്മ വരുന്നത്. വക്കീല മൻറാക്ക്, ആരാ മന്ത്രിക്കാനുള്ളതെന്ന് ചോദിക്കും അത്ര. അപ്പോൾ ആ സമയത്താണ് അവൻ വിചാരിക്കുന്നത് അവൻ മരിച്ചു പോകുകയാണെന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾക്ക് വരുന്നതിൻ്റെ മുമ്പ് ജനങ്ങളുമായിട്ടുള്ള പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാക്കുകൾ പറഞ്ഞ്, നല്ലത് പ്രവർത്തിച്ച്, നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച്, വർഗീയത പറയാതെ, തീവ്രത പറയാതെ, ഒരാളെ കൊണ്ടും നമ്മൾ മോശം പറയിപ്പിക്കാതെ, ഒരാളും നമ്മളെ കൊണ്ട് ഒരാൾക്കും എന്തുണ്ടാകരുത്, ഒരു വെറുപ്പുണ്ടാകരുത് ദുനിയാവിൽ. നമ്മൾ മരിച്ചു പോയാലും നമ്മൾ ഇവിടെ പറഞ്ഞതൊക്കെ അതിവിടെ വായുവിൽ, ഇവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അത് തന്നെയാണ് ഇതൊക്കെ നമുക്ക് രേഖപ്പെടുത്തി വെച്ചു എന്ന് പറയുന്നത്. ഇതൊക്കെ വായിക്കുന്ന ഒരു ദിവസമുണ്ട്. നിങ്ങളാലോചിക്കുകയാണെങ്കിൽ ആധുനിക ശാസ്ത്രീയമായിട്ട് ഇന്ന് എന്നോ പറഞ്ഞതൊക്കെ പിടിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ, നമ്മളെ എഴുതിയ ഏടുകൾ കൊണ്ടാണ് നമ്മൾ പോകുന്നത് എന്ന് പറയുമ്പം അത് മുമ്പൊന്നും വിശ്വസിക്കാൻ ആർക്കും വലിയ എളുപ്പമില്ലായിരുന്നു. ഇപ്പം അതെല്ലാവർക്കും ബോധ്യപ്പെടുക. അന്തരീക്ഷത്തിൽ നിന്നൊക്കെ പിടിച്ചെടുക്കാനുള്ള കഴിവ് ആധുനിക ശാസ്ത്രം കണ്ടുപിടിക്കുന്നെങ്കിൽ, നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകൾ, റഖീബുൻ അതീദ്, ഈ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ച് വായിക്കുന്നു.